കോടതി വഴി തന്നെ മൂവ് ചെയ്യാം, അതേ നടക്കൂ. അവന്തികേ, എന്താച്ചാ? നിന്നോട് ഞാൻ ഒരു വക്കീലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല മോളെ, അതെന്തായി? വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം നാളെ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. 2-3 ദിവസത്തിനകം തന്നെ അനൂപിനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും. എടുത്തൊന്നും വിചാരിക്കരുത്. തൽക്കാലം ആ വക്കീലിനെ ഏർപ്പാടാക്കണ്ട. അതെന്താ? ഞങ്ങള് വേറൊരു വക്കീലിനെ ഏർപ്പാടാക്കി. സച്ചേന്റെ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠനാ, നല്ല ക്രിമിനൽ ലോയറാ, അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ. തുലച്ചു. എന്റെ പ്ലാൻ മുഴുവൻ ഇവള് പൊളിച്ചല്ലോ. ഞാൻ ഏർപ്പാടാക്കിയ വക്കീലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്തേനെ. നിങ്ങൾക്ക് പരിചയമുള്ള വക്കീലിനെ തന്നെ വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അനൂപിനെ ഈ കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാൻ കഴിവുള്ള വക്കീലായിരിക്കണം. ഇല്ലെങ്കിൽ ജാമ്യത്തിന് പകരം റിമാൻഡ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഏർപ്പാടാക്കിയ വക്കീലായിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും അനൂപിനെ രക്ഷിച്ചേനെ. അല്ല എന്ന് കരുതി നിങ്ങൾ ഏർപ്പാടാക്കിയ വക്കീൽ മോശാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ചെങ്കൽ മധുവിനെ കുറിച്ച് ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞു. ഒരുമാതിരി വിട്ടുപോത്തിന്റെ സ്വഭാവമാണെന്ന്. ഒരു കോംപ്രമൈസിന് അവൻ വഴങ്ങില്ല. പണം കൊടുത്ത് ഒതുക്കാന്ന് വെച്ചാ അവൻ അതിന്റെ ആവശ്യവുമില്ല. ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കുന്നവനാ അവൻ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോ അനൂപിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അവന്തിക പറഞ്ഞത് ശരിയാ. എനിക്ക് തോന്നുന്നു നല്ല വക്കീലല്ലെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. അച്ഛൻ പറഞ്ഞത് ധിക്കരിച്ചതല്ല. സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴാ എൻ്റെ സുഹൃത്ത് വിവരം അറിഞ്ഞ് വിളിച്ചത്. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ്റെ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞു. ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ക്രിമിനൽ ലോയറാ. അച്ഛൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രനെ കുറിച്ച്. ഈ അടുത്തിടയ്ക്ക് വിവാദമായ ചാലിയാർ കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്ത ആളാ. പത്രത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു. അദ്ദേഹമാണോ ഇത്? എങ്കിൽ കുഴപ്പമില്ല അല്ലേ അവന്തികെ? എനിക്കറിയില്ല. ഈ വക്കീലിനെ കുറിച്ച് ഞാനധികം കേട്ടിട്ടില്ല. അച്ഛാ, ഞങ്ങൾക്ക് ഈ വക്കീലിന്റെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം അനൂപിനെ ജാമ്യത്തിൽ ഇറക്കും. അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ പിന്നീട് തീരുമാനം തെറ്റിപ്പോയി എന്ന് തോന്നരുത്. രക്ഷിക്കാൻ നോക്കിയിട്ട് അവസാനം കൂടുതൽ അപകടത്തിലേക്ക് പോയി ചാടരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അനൂപിന്റെ രക്ഷയെ കരുതി മാത്രമാ ഞാൻ ആ വക്കീലുമായിട്ട് സംസാരിച്ചത്. അത് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അനൂപിന് ജാമ്യം കിട്ടുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. അത് മതി. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വാ സച്ചേട്ടാ. വാ.